We were discussing some of the important questions for our exam. അപ്പോൾ അതിൽ നമ്മളൊരു ഫോമാറ്റിംഗ് എ ഡേറ്റ് ആൻഡ് ഫോമാറ്റിംഗ് എ നമ്പർ വരെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതെല്ലാം നമ്മൾ 2 വീഡിയോസായിട്ട് എടുത്തതാണ്. അപ്പോൾ ആരെങ്കിലും അത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, അത് ആദ്യം കണ്ടു നോക്കുക. സോ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ചാർട്ട്സ് ഇൻ എക്സൽ? എക്സലിൽ കുറേ ടൈപ്സ് ഓഫ് ചാർട്ട്സ് ഉണ്ട്. അതിനകത്തെ കുറച്ച് മേജർ വൺസ് മാത്രം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്സ് എല്ലാം. അതല്ലാത്ത കുറച്ചെണ്ണമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് column chart. Column chart എന്ന് പറഞ്ഞാൽ എന്താ? It is basically a vertical chart that is used to represent the data in vertical bars. Vertical barsലായിരിക്കും പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, വെർട്ടിക്കൽസ് ആയിരിക്കും. അപ്പോൾ ഓരോ സാധനങ്ങൾ ഓരോരോ ഡിഫറെൻറ്റ് കാര്യങ്ങളെ ഡിപ്പിക്റ്റ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, സോ ഇറ്റ് വർക്ക്സ് എഫക്റ്റീവ്ലി വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ, ബട്ട് ഇറ്റ്സ് യൂഷ്വലി യൂസ് ഫോർ കമ്പയറിംഗ് ദ ഇൻഫർമേഷൻ. ഇപ്പോൾ 2-3 ഇൻഫർമേഷൻസ് ഉണ്ട്, പക്ഷേ എല്ലാം വേറെ വ്യത്യസ്തമായിട്ടുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ അതെല്ലാം കൂടെ കമ്പയർ ചെയ്യാനാണ് നമ്മൾ കൂടുതലും ഈ കോളം ചാർട്ട്സ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഇപ്പം ഏതെങ്കിലും ഒരു ഈൽഡ്, ഏതെങ്കിലും ഒരു ക്രോപ്പിൻ്റെ ഈൽഡാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ വീറ്റിന് ഇത്രത്തോളം, റൈസിന് ഇത്രത്തോളം, അപ്പോൾ നമുക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പറ്റും. സോ കോളം നോക്കിയിട്ട് ഏതാണോ കൂടുതൽ, സോ ഇറ്റ്സ് പ്രൊഡക്ഷൻ ഇസ് മൂവ് എന്ന് നമ്മൾ 2 ഡേറ്റ, ഡിഫറെൻറ്റ് ഡേറ്റേഴ്സിനെ കമ്പയർ ചെയ്യാനാണ് കോളം ചാർട്ട് യൂസ് ചെയ്യുക. സെക്കൻഡ് വൺ ഇസ് ഏരിയ ചാർട്ട്. ഏരിയ ചാർട്ട് ഇസ് ജസ്റ്റ് ലൈൻ ചാർട്ട്സ്. Unlike the line chart, gaps are filled with color in area charts. ലൈൻ ചാർട്ട് എന്ന് പറയുന്ന ആ പോയിന്റിനെ മാത്രം മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ലൈൻ ചാർട്ട് എന്ന് പറയുക. എന്നാൽ ഈ ലൈനിന് താഴെയുള്ള ഭാഗം മൊത്തം ഏരിയയും കൂടെ കവർ ചെയ്തിട്ടുള്ളതിന് നമ്മൾ ഏരിയ ചാർട്ട്സ് എന്ന് പറയും. അവിടെ കളർ വെച്ച് ഫില്ല് ചെയ്തിട്ടായിരിക്കും. സോ ഏരിയ ചാർട്ട്സ് ആർ ഈസി ടു അനലൈസ് ഗ്രോത്ത് ഓഫ് ബിസിനസ് ആറ്റ് ഷൂസ് അപ്സ് ആൻഡ് ഡൗൺസ് ത്രൂ ദ ലൈൻ. ആ ലൈനിൽ എപ്പോൾ കൂടി എപ്പോൾ കുറഞ്ഞു, ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ വളർച്ച കാണിക്കുകയാണെങ്കിൽ ചില സമയത്ത് അതിനൊരു ബൂം സ്റ്റേജ് ഉണ്ടാവും, പിന്നെ ഒരു നെഗറ്റീവ് ഉണ്ടാവാം, പിന്നെയും ബൂസ്റ്റ് ചെയ്യുക. സൈൻ വേവ് ആണ്. നമ്മുടെ ബിസിനസ് ലൈഫ് സൈക്കിൾ പഠിച്ചപ്പോൾ അങ്ങനെ നമ്മൾ ഡിസ്പ്രഷൻ, ബൂം, അങ്ങനെയുള്ള സ്റ്റേജസ് എല്ലാം പഠിച്ചിരുന്നു മാനേജർ എക്കണോമിക്സിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലൈൻ ചാർട്ടാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ എന്താ, ആദ്യം കയറി ഒരു പോയിൻ്റ് ആയിരിക്കും, പിന്നെ ഇറങ്ങും. അപ്പോൾ ഇതെല്ലാം മാർക്ക് ചെയ്തൊരു ഏരിയയും കൂടെ മാർക്ക് ചെയ്തെടുത്താൽ ഇത് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏരിയ ചാർട്ട്സ് യൂസ് ചെയ്യുക. പിന്നെ സ്റ്റോക്ക് ചാർട്ട്. സ്റ്റോക്ക് ചാർട്ട് ആർ ഹൈ low close chart in Excel because it is used to represent the conditions of data in a market, such as the stock. The data in the data is the changes in the prices of the stock. We can insert it from the insert tab, and also there are actually 4 types of flow charts. The stock chart like high, low, close is the most used one, and it has 3 series of price, high end and low. You can skip up to 6 series of prices in stock chart. നമ്മുടെ സ്റ്റോക്കിനെ മാർക്ക് ചെയ്തിട്ട്, ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പൊസിഷൻ കൂടി വന്നോ കുറഞ്ഞു വന്നോ എന്നെല്ലാം മാർക്ക് ചെയ്തിട്ട് കാണിക്കുന്ന ചാർട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് ചാർട്ട്സ് എന്ന് പറയുക. സോ ഇറ്റ് ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് ദ സ്റ്റോക്ക് കണ്ടീഷൻ. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്? ഹൈ ഉണ്ടാവും, ലോ ഉണ്ടാവാം, അതുപോലെ ക്ലോസ് ഉണ്ടാവാം. സോ ദീസ് ആർ ദ മേജർ ടൈപ്സ്. പിന്നെയുള്ളത് റെഡാർ ചാർട്ട്. റെഡാർ ചാർട്ട് ഇസ് സ്പൈഡർ ചാർട്ട് ഇൻ എക്സൽ. സ്പൈഡർ ചാർട്ട് എന്ന് പറയാം. സോ ഒരു വെബ് ഒരു പോള ചാർട്ട് ഇൻ എക്സൽ. അതിൻ്റെ വേറെ പേരാണ് സ്പൈഡർ, വെബ് ആൻഡ് പോള. ഇറ്റ് ഈസ് യൂസ് ടു ഡെമോൺസ്ട്രേറ്റ് ഡേറ്റ ഇൻ 2 dimensional or 2 or more than 2 ഡേറ്റ സീരീസ്. അപ്പം ഇത് ഒരു 2 dimensional വ്യൂവിൽ നമ്മൾക്ക് ഡേറ്റ പ്രസൻറ്റ് ചെയ്യണം എങ്കിലാണ് നമ്മൾ റെഡാർ ചാർട്ട്സ് യൂസ് ചെയ്യുക. The axis starts in the same point in the radar chart. This chart is used to do comparison between one or more variables, and there are 3 types of radar chart available to use in Excel. Excel 3 ടൈപ്പ് radar chart ഉണ്ട്. നിങ്ങൾ എക്സലിൽ കയറിയിട്ട് ചാർട്ട്സിൽ റഡാർ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. അതിനകത്ത് 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, സോ ഇതെല്ലാം നിങ്ങളൊന്ന് ഫോണിലോ നിങ്ങളുടെ സിസ്റ്റം ഉണ്ടെങ്കിൽ സിസ്റ്റത്തിലൊന്ന് നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യണതെന്ന്. So these are the different types of charts, of which I have explained only the 4 which are different from the others. ബാക്കി ലൈനും ബാറും ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. വി ഹാവ് ഡിസ്കസ് ദ കോളം, ഏരിയ, സ്റ്റോക്ക് ആൻഡ് റെഡാർ ചാർട്ട്. പിന്നെയുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ മാനുവൽ അക്കൗണ്ടിങ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്? ഇതൊരു മേജർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ചോദിക്കാം. എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാനുവൽ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്? മാനുവൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതാണ്. സോ ദ റെക്കോർഡിംഗ് ഈസ് ഡൺ ത്രൂ ബുക്സ്. നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ക്യാഷ് ഫ്ലോവും ഫണ്ട് ഫ്ലോവും എല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച് കൈകൊണ്ട് എഴുതി റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന് മാനുവൽ അക്കൗണ്ടിംഗ് എന്ന് പറയും. വെൻ ദ റെക്കോർഡിംഗ് ഓഫ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ത്രൂ ദ വെൽ ഡിഫൈൻഡ് ഡേറ്റാബേസ്. ഏതെങ്കിലും ഒരു ഡേറ്റാബേസ്, ഒരു ERP യൂസ് ചെയ്തിട്ട്, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് പോലെയുള്ള ERP യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡേറ്റ അല്ലെങ്കിൽ ട്രാൻസാക്ഷനൊക്കെ റെക്കോർഡ് ചെയ്യുന്നോ അതിനെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് പറയും. In manual accounting, the transaction in book further recorded in the lecture books. നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എഴുതിയതെല്ലാം എന്ത് ചെയ്യും? ഒരു ബുക്കിൽ എഴുതി വെച്ചൊക്കെ ലെഡ്ജറിലേക്ക് മാറ്റും, അല്ലേ? ലെഡ്ജറിലേക്ക് മാറ്റി വെക്കാറുണ്ട്. പക്ഷേ ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്സ് ഒന്നുമില്ല. ഒരു ഡ്യൂപ്ലിക്കേഷനും ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി അത് സേവ്ഡ് ആയിരിക്കും. സോ വി ഡോണ്ട് വോണ്ട് ടു ഡ്യൂപ്ലിക്കേറ്റ് ഇൻ ടു ദ ലെഡ്ജർ അക്കൗണ്ട്സ്. ദെൻ സമ്മറൈസിങ് ഇസ്
the data produced are to be summarized to the trial balance. ഇപ്പോൾ ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് ആക്കി പിന്നെ അത് നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് എടുക്കും അല്ലേ. ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെ ഒരു ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനറേഷൻ ആവശ്യമില്ല. ലെഡ്ജർ അക്കൗണ്ട് ഒന്നും ജനറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ട്രയൽ ബാലൻസിൻ്റെ ആവശ്യമില്ല. ഒറ്റൊരു ടൈം ഡേറ്റ റെക്കോർഡ് ചെയ്താൽ മതി. പിന്നെ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആർ മെയ്ഡ് ടു അഡർ ടു ദ പ്രിൻസിപ്പിൾ ഓഫ് മാച്ചിങ്. നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്താറുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അക്കൗണ്ട്സ് ചെയ്യുമ്പോഴല്ല അവിടെ ഇവിടെ ഇപ്പം ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും ഒക്കെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് മാനുവൽ അക്കൗണ്ടിങ്ങിലുണ്ട്. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ അങ്ങനെ ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റിങ്ങും ഇല്ല. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിക്വയർ ദ ട്രയൽ ബാലൻസ് ഇൻ മാനുവൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ട്രയൽ ബാലൻസ് ഒന്നുമില്ല. ഓട്ടോമാറ്റിക് ജനറേഷനാണ്. അതെല്ലാം നിങ്ങൾ പഠിക്കും. ടാലി പോലെയുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എല്ലാം പ്രിൻറ്റും റെക്കോർഡിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും അല്ലേ, ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഡസൻ റിക്വയർ എനി കൈൻഡ് ഓഫ് ട്രയൽ ബാലൻസ്. സോ ദീസ് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ എ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് എ manual recording. That is, recording is through books in manual, while in that it is a database. Then manual accounting, transactions record in the ledger accounts, which are in turn taken to the trial balance, and trial balance is used for recording the balance sheet also. But here we don't want to create any of the lecture or trial or any balance sheet. It will be automatically generated from the system, and adjusting entries are required only in the manual accounting, and no adjusting is required in case of computerized accounting. So these are the major difference between manual accounting and computerized accounting. നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം നിങ്ങളുടെ വേർഡ്സിൽ. ഓക്കെ, ഇതാണ് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ എക്സലിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് പോലെ. സോ പ്ലസ് സൈൻ നമ്മൾ എക്സൽ യൂസ് ചെയ്യുന്നതിന് അഡീഷന് വേണ്ടിയിട്ടാണ്. ഇഫ് യു വോണ്ട് ടു ആഡ് ടു വാല്യൂസ്, A1ലെയും B1ലെ വാല്യൂസ് ആഡ് ചെയ്യണമെങ്കിൽ വി യൂസ് പ്ലസ് സൈൻ. മൈനസ് അത് രണ്ടും കൂടി സബ്സ്ട്രാക്ട് ചെയ്യാനാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലോ മൾട്ടിപ്ലൈസ്, ദാറ്റ് ഈസ് മൾട്ടിപ്ലൈസ് വൺ ന്യൂമറിക് വാല്യൂ വിത്ത് അതർ ആൻഡ് ഗീവ്സ് എ ന്യൂമറിക് വാല്യൂ ഇൻ റിട്ടേൺ. ഇപ്പോൾ നോട്ട് ഈക്വൽ ടു കണ്ടീഷൻ നെയിമിന് നോട്ട് ഈക്വൽ ടു എന്നാണ് പറയുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ, അപ്പോൾ നോട്ട് ഈക്വൽ ടു എന്നാണ് അതിനെ പറയുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ സംഭവിക്കുന്നത് A1 വിൽ ബി മൾട്ടിപ്ലൈഡ് വിത്ത് B1 ആൻഡ് ഗീവ് ദ ന്യൂമറിക്കൽ വാല്യൂ ഇൻ റിട്ടേൺ. ആൻഡ് ഈക്വൽ ടു സൈൻ ആണെങ്കിലോ, ഈക്വൽ ടു മീൻസ് ഇറ്റ് ഡിവൈഡ്സ് ദ ന്യൂമറേറ്റർ, ഷുഡ് ബി ദ ന്യൂമറേറ്റർ വാല്യൂ വിത്ത് ദ ഡിനോമിനേറ്റർ വാല്യൂ ആൻഡ് ഗീവ്സ് ദ ന്യൂമറിക്കൽ വാല്യൂ ഇൻ റിട്ടേൺ. ഈക്വൽ ടു ഇട്ടാൽ ഡിവൈഡ് ചെയ്തായിരിക്കും തരുന്നത്. ദെൻ റേഞ്ച്, രണ്ട് ഡോട്ട് നമ്മളുടെ ഫുൾ കോളൻ ആണ് എങ്കിൽ റേഞ്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സൽ ഫോമിൽ എങ്ങനെയാണ് സം A2 full colon B6. It converts the number present in the cell into a percentage and divides by 100. Then comma ആണെങ്കിൽ അതിന് യൂണിയൻ എന്നാണ്. സോ സം A2 A6 then A2 B3 ആണെങ്കിൽ raises the power of the first numeric value by the second numerical value. യൂണിയൻ ആണ്, അപ്പം പവർ എടുക്കും. ഇതൊക്കെയാണ് മേജർ ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ എക്സലിൽ എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ യു ക്യാൻ മെൻഷൻ ദീസ്. പ്ലസ് മൈനസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ദാറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു, ഈക്വൽസ് ടു, ദെൻ റേഞ്ച് ആൻഡ് യൂണിയൻ. സോ വാട്ട് ആർ ദ മേജർ ഡിസ്ക്രിപ്ഷനും നമ്മളിവിടെ പറയും. ഇനി നമ്മളുടെ ടാലി എന്ന കൺസെപ്റ്റിലേക്ക് പോവാം. എക്സൽ ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാലി എന്താണ്, അതുപോലെ ടാലിയുടെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളതെന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ടാലി എന്താണ്? നമ്മൾ പറഞ്ഞു മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാളും നല്ലതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നമുക്ക് കുറേ രീതിയിലുള്ള ഗുണങ്ങളുണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വഴി. നമുക്ക് സ്പീഡ് കൂട്ടി ചെയ്യാം, പാക്കേജിൻ്റെ കോസ്റ്റ് കുറവായിരിക്കും, പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ട്സ് ജനറേഷൻ, ബാലൻസ് ഷീറ്റ് പോലെയുള്ള ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആണെങ്കിലും വേറെ ഏത് ടൈപ്പ് റിപ്പോർട്ട്സ് ആണെങ്കിലും ഒക്കെ ജനറേറ്റ് ചെയ്യാൻ ഈസിയർ ആണ് അല്ലേ. അങ്ങനെയുള്ള കുറേ യൂസ് ഉണ്ട്. പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമില്ല, നമ്മൾ ഈ ഡ്യൂപ്ലിക്കേഷൻ ആവശ്യമില്ല, കുറേ പ്രാവശ്യം നമ്മളിത് റെക്കോർഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ കൺവെൻഷനൽ ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ERP എന്ന സോഫ്റ്റ്വെയർ ആയിരിക്കും. ദാറ്റ് ഈസ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്ന സിസ്റ്റത്താണ് യൂസ് ചെയ്യുക. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണ് ഇങ്ങനെയുള്ള ടാലി എന്ന കൺസെപ്റ്റ്. സോ ടാലി എന്ന് പറയുന്നതും ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പാക്കേജ് ആണ്, വിച്ച് ഈസ് യൂസ്ഫുൾ ഇൻ മെയിൻറ്റെയിനിങ് എ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്. പല അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു സിംഗിൾ ടാലി ഓപ്പറേഷൻ കൊണ്ട് ചെയ്യാൻ പറ്റും. സോ ഡ്യൂ ടു ഇറ്റ്സ് പവർ ആൻഡ് സിംപ്ലിസിറ്റി ഇസ് പെർഹാപ്സ് വൺ ഓഫ് ദ ലാർജസ്റ്റ് സെല്ലിംഗ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഓൾമോസ്റ്റ് ഒരു ലാർജസ്റ്റ് സെല്ലിംഗ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെയാണ് ടാലി ഉള്ളത്. ഇപ്പോൾ നമ്മുടെ വിൻഡോസ് ബേസ്ഡ് വേർഷൻ ടാലിയുടെ ടാലി 9 ആണ്. അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേർഷൻ. ഓക്കെ, അപ്പോൾ ടാലിക്ക് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ ഇസ് പേ റോൾ. ദാറ്റ് ഈസ്
It will help us to automate the management of our employees record, including the visa and employment contract management. നമ്മളുടെ കോൺട്രാക്റ്റ് ബേസ് ആണ്. ഇപ്പോൾ എംപ്ലോയി റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ സാലറി കാൽക്കുലേഷൻ, അവരുടെ പേ സ്ലിപ്സ് ജനറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും മാനുവലി നമ്മൾ ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി പേറോൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ടാലി ചെയ്യാറുണ്ട്. അതുപോലെ മൾട്ടി ലിംഗ്വൽ കപ്പാസിറ്റി ഉണ്ട്. എന്നുവെച്ചാൽ ഒരു ലാംഗ്വേജ് ബാരിയേഴ്സ് ഒന്നുമില്ല. ഒരു ലാംഗ്വേജിൽ കൊടുത്താൽ ഏത് ലാംഗ്വേജിലേക്ക് വേണ്ടി മാറ്റാനും, ഇപ്പം ഇൻവോയ്സ് ഒക്കെ നമുക്ക് കസ്റ്റമേഴ്സ് അയച്ചു തരുന്ന ഒരു ലാംഗ്വേജിലായിരിക്കാം, പക്ഷെ അത് നമ്മളുടെ ആവശ്യത്തിനുള്ള ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഇപ്പോൾ ലോക്കൽ ലാംഗ്വേജ് ടു യൂസ്ഡ് ഒഫീഷ്യൽ ലാംഗ്വേജിലേക്കൊക്കെ മാറ്റാൻ ഭയങ്കര സുഖമാണ്. പിന്നെ ജോബ് കോസ്റ്റിംഗ്, like it enables you to generate that profitability statement for each project executed, including financial, material, resource appointments wherever possible. നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ അപ്പോർഷൻസ് വേണോ അങ്ങനെയുള്ള എല്ലാ ഒരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും, അതിനുള്ള പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ജനറേറ്റ് ചെയ്യാൻ ഈസിയറാണ് ഇൻ കേസ് ഓഫ് എ ടാലി. പിന്നെ അൺലിമിറ്റഡ് കമ്പനി, ദാറ്റ് ഈസ് ഇറ്റ് അലൗസ് അസ് ടു മെയിൻറ്റെയിൻ, അല്ലെങ്കിൽ ഒരു ആ ടാലിയിൽ തന്നെ ഒരു 99,999 കമ്പനീസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടാലി യൂസ് ചെയ്തിട്ട് നമുക്ക് കമ്പനി ക്രിയേഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, ക്രിയേറ്റ് എ കമ്പനി. അതിൽ നമുക്ക് ഓൾമോസ്റ്റ് 99,999 കമ്പനീസ് അറ്റ് എ ടൈം നമുക്ക് ഹോൾഡ് ചെയ്യാം. സോ ഇറ്റ് ഈസ് എൻ അൺലിമിറ്റഡ് കമ്പനി സ്റ്റാറ്റസ്. പിന്നെ ഡേറ്റ സിങ്ക്രണൈസേഷൻ സുഖമാണ്. മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ ഇരുന്നിട്ട് നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാനും അത് വളരെ ഫാസ്റ്റായിട്ടും ഈസി ആയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനും, ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്കും സെൻട്രലൈസ്ഡ് ആയിട്ട് എല്ലായിടത്തു നിന്നും ഒരു സെൻറ്റർ ലൊക്കേഷനിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും എല്ലാം സുഖമാണ് ഇൻ കേസ് ഓഫ് ടാലി. ദെൻ ഫ്ലെക്സിബിൾ ഫിനാൻഷ്യൽ പീരിയഡ്സ്, ദാറ്റ് ഈസ് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിലും പ്രിപ്പയർ ചെയ്യാനും അതെല്ലാം സൂക്ഷിക്കാനും കൺവീനിയൻസ് അനുസരിച്ച് ഉപയോഗിക്കാനും എല്ലാം സുഖമാണ്. സോ ഇറ്റ് അലൗസ് യു ടു ബ്രേക്ക് അവേ ദ ഇൻഫ്ലെക്സിബിൾ അക്കൗണ്ടിങ് ഇയേഴ്സ് ആൻഡ് പെർഫോം ഓൾ അക്കൗണ്ടിങ് ഫങ്ഷൻസ് വിത്ത് സ്യൂട്ട് യുവർ കൺവീനിയൻസ്. നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇനി പിന്നെ അഡ്വാൻസ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റമാണ് അവിടെ ഉള്ളത്. നമ്മുടെ കൺസ്യൂമേഴ്സിനാണെങ്കിലും ഏതൊരു സെഗ്മെൻറ്റ്സിനാണെങ്കിലും നമ്മുടെ ക്രെഡിറ്റേഴ്സിനാണെങ്കിലും എല്ലാവർക്കും കുറച്ചുകൂടെ ഈസിയർ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം കിട്ടും. എല്ലാവർക്കും എല്ലാ ഇൻഫർമേഷൻസും കമ്പയർ ചെയ്യാനും ഷെയർ ചെയ്യാനും ഉള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ കൺസോളിഡേഷൻ ഓഫ് കമ്പനീസും പോസിബിളാണ്. ഇപ്പോൾ 2-3 കമ്പനീസിനെ കൺസോളിഡേറ്റ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് ഉണ്ടാക്കണം. ദാറ്റ് ഈസ് ഓൾസോ ഈസിയർ ഇൻ കേസ് ഓഫ് എ ടാലി. ഓക്കെ, അങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ട് ഫോർ എ ടാലി. സോ ദീസ് ആർ ദ മെയിൻ: പേറോൾ, ജോബ് കോസ്റ്റിംഗ്, POS, ഇൻവോയ്സിംഗ്, ഫ്ലെക്സിബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, അൺലിമിറ്റഡ് കമ്പനീസ്, ഡേറ്റ സിങ്ക്രണൈസേഷൻ, അഡ്വാൻസ് MIS, ഡ്രിൽ ഡൗൺ ഫെസിലിറ്റി, കൺസോളിഡേഷൻ ഓഫ് കമ്പനി, എക്സെട്ര. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക എന്താ ടാലി എന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് എന്താണ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എഴുതാം. അതിലെ ഒരു ടൈപ്പാണ്, ഏറ്റവും ബെസ്റ്റ് വൺ ആണ് ടാലി എന്ന് പറയുക. അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ഇനിയുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് എ ഗ്രൂപ്പ് ഇൻ എ ടാലി ആൻഡ് ഹൗ ടു ക്രിയേറ്റ് ഇറ്റ്. നമ്മൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ടാലിയിൽ നമുക്ക് പല രീതിയിലുള്ള ഫങ്ഷൻസ് ചെയ്താൽ അതിൽ ഒന്നാണ് ഗ്രൂപ്പ് ക്രിയേഷൻ. നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ടാലിയിൽ. സോ വാട്ട് ഈസ് മെൻ ബൈ എ ഗ്രൂപ്പ് ഇൻ ടാലി ആൻഡ് വാട്ട് ആർ ദ മെത്തേഡ്സ് ഇൻ വിച്ച് വി ക്യാൻ ക്രിയേറ്റ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? സോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ നോർമലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കളക്ഷൻ അല്ലെങ്കിൽ പലതിൻ്റെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ പല ലെഡ്ജേഴ്സിൻ്റെ ഒരു കളക്ഷൻ, ഒരേപോലെയുള്ള കുറച്ച് ലെഡ്ജേഴ്സിൻ്റെ കളക്ഷനെ നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയാം. സോ ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ലെഡ്ജേഴ്സ് ഓഫ് ദ സെയിം നേച്ചർ. അപ്പോൾ അത് തന്നെ അക്കൗണ്ട്സ് ഗ്രൂപ്പ് എന്നുണ്ട്. സോ ദീസ് ആർ മെയിൻറ്റെയിൻ ടു ഡിറ്റർമിൻ ദ ഹയറാർക്കി ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട് വിച്ച് ഈസ് ഹെൽപ്ഫുൾ ഫോർ ഡിറ്റർമിനിങ് ദ മീനിങ്ഫുൾ ആൻഡ് കമ്പൈൻഡ് റിപ്പോർട്ട്സ്. നമുക്കൊരു നല്ല റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഏതൊക്കെ അക്കൗണ്ട്സ് വേണ്ടി വരെ, ഏതൊക്കെ ഗ്രൂപ്പ് ഓഫ് ലെഡ്ജേഴ്സ് ആവശ്യമുണ്ടോ ആ അക്കൗണ്ട്സിനെ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചാക്കി ഗ്രൂപ്പായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. സോ ഫ്ലെക്സിബിലിറ്റി ഓഫ് സെറ്റിംഗ് യൂസർ റിക്വയർഡ് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട് ഫോർ ഈ ടാലി യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ചാർട്ട്സ്, നമ്മുടെ അക്കൗണ്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചാർട്ട്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, അക്കൗണ്ട്സ് പ്രോപ്പർലി പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെയുള്ള ടാലി യൂസ് ചെയ്യാം. ആൻഡ് വൺ ക്യാൻ ഗ്രൂപ്പ് ദ ലെഡ്ജർ അക്കൗണ്ട് അണ്ടർ ദ റിക്വയർഡ് ഗ്രൂപ്പ് അറ്റ് ദ ടൈം ഓഫ് ക്രിയേറ്റിംഗ് ദ ചാർട്ട് ഓഫ് അക്കൗണ്ട് ഓർ ഓൾട്ടർ അറ്റ് എനി ടൈം. ഇപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പിലേക്ക് നമ്മളുടെ സിമിലർ നേച്ചറുള്ള ലെഡ്ജേഴ്സൊക്കെ ഒരുമിച്ച് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ തന്നെ ആക്കാം. പിന്നെ എന്തെങ്കിലും നമുക്കത് മാറ്റണമെങ്കിൽ മാറ്റാനുള്ളൊരു അവസരമുണ്ട് ഇൻ ടാലി. ഇപ്പോൾ ടാലിയിൽ ഗ്രൂപ്പ് ക്രിയേഷൻ ഉണ്ട്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ലെഡ്ജേഴ്സ് ഓഫ് ദ സെയിം നേച്ചറിനെയാണ്. ലെഡ്ജർ അക്കൗണ്ട്സ് നമുക്ക് നല്ല റിപ്പോർട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് ആക്കി നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് ഇൻ അക്കൗണ്ട്സ് ഗ്രൂപ്പ്. ആൻഡ് ദിസ് ഹാസ് എ ഫ്ലെക്സിബിലിറ്റി ഓഫ് യൂസർ
സെറ്റിംഗ് യൂസർ റിക്വയർഡ് ചാർട്ട് ഓഫ് അക്കൗണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് തന്നെ അതിനകത്ത് സൂക്ഷിക്കാം. അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഏതൊക്കെ അക്കൗണ്ട്സ് വേണോ അതെല്ലാം ഒരു ഗ്രൂപ്പിലിടാം. എന്നിട്ട് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതും ചേഞ്ച് ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനോ ഉള്ള ഫെസിലിറ്റിയും ടാലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഗ്രൂപ്പിനെ തന്നെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, ദാറ്റ് ക്യാപിറ്റൽ ഓർ റവന്യൂ ഗ്രൂപ്പ് എന്ന ക്ലാസിഫിക്കേഷനുള്ള ക്യാപിറ്റൽ ഓർ റവന്യൂ ഗ്രൂപ്പ്. ഓക്കെ, അതിനകത്ത് വരുന്ന ഈ അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻഡിച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മളുടെ ക്ലാസിഫിക്കേഷൻസിൽ മെയിൻലി വരുന്നത്. അതാണ് നമ്മൾ താഴെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെന്ന്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള കുറച്ച് മെയിൻ നമ്മൾ സ്ഥിരമായിട്ടൊരു കമ്പനി യൂസ് ചെയ്യുന്ന ടാലിയിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഗ്രൂപ്പ്സാണ് പറയുന്നത്. ഫസ്റ്റ് നോൺ റവന്യൂ ഗ്രൂപ്പ്, ദാറ്റ് ഈസ് പ്രൈമറി ഗ്രൂപ്പ്. സെക്കൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നതായിരിക്കും കമ്പനിയുടെ ക്യാപിറ്റലും റിസർവ്സും എല്ലാം സൂക്ഷിക്കുന്ന അങ്ങനെയുള്ള അക്കൗണ്ട്സുകളെല്ലാം ഈ ഒരു ഗ്രൂപ്പിലായിരിക്കും പെടുന്നത്. ആ ലെഡ്ജറിലുണ്ടാവുന്ന ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയർ ക്യാപിറ്റൽ, ദെൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പ്രൊപ്രൈറ്റേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അങ്ങനെയുള്ള അക്കൗണ്ട്സ് ഒക്കെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ക്യാപിറ്റൽ റിസർവ് എത്രയുണ്ട്, ജനറൽ റിസർവ് എത്രയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ കറണ്ട് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ്. അപ്പോൾ കറണ്ട് അസറ്റ്സ് എത്രയുണ്ട്? കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ബാങ്കിലുള്ളതോ അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ഉള്ളതോ അതിലെ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട്സ് ആവാം അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് അക്കൗണ്ട്സ് ആവാം. പിന്നെ ഡെപ്പോസിറ്റുകളാകാം. ഡെപ്പോസിറ്റ്സ് എന്ന് വെച്ചാൽ FD, ദെൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ എ കമ്പനി. പിന്നെ ലോൺസ് ആകാം, ലോൺസ് ആൻഡ് അസറ്റ്സ്. ലോൺസ് ആൻഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ എന്തൊക്കെ ലോൺസ് ആ ഒരു കമ്പനി കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ അഡ്വാൻസസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാലറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ചിലപ്പോൾ അഡ്വാൻസ് കൊടുക്കും. 10,000 രൂപ സാലറി ഉള്ളവർക്ക് ചിലപ്പോൾ അഡ്വാൻസ് ആയിട്ട് 5,000 രൂപ കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഒക്കെ സൂക്ഷിക്കുന്ന ഒരു അക്കൗണ്ട്സ് ഈ കാറ്റഗറിയിലേക്കായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഉണ്ട്. സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളുടെ എത്രത്തോളം റോ മെറ്റീരിയൽസ് ഉണ്ട്, വർക്കിംഗ് പ്രോസസ്സ് ഉണ്ട്, ഫിനിഷ് ഗുഡ്സ് ഉണ്ട്, അതെല്ലാം റെക്കോർഡായിട്ട് നമ്മൾ കീപ്പ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് സൂക്ഷിക്കാം ഇതേപോലെയുള്ള അക്കൗണ്ട്സിൽ. കറണ്ട് അസറ്റ്സിലാണ് ഇതെല്ലാം വരുന്നത് കേട്ടോ. അതുപോലെ കറണ്ട് ലയബിലിറ്റി അക്കൗണ്ട് ഉണ്ട്. കറണ്ട് അസറ്റ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, കറണ്ട് അസറ്റിൽ വരുന്ന ബാങ്ക് അക്കൗണ്ട്സ് ആകാം, ദെൻ ക്യാഷ് ഇൻ ഹാൻഡ്, ഡെപ്പോസിറ്റ്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, സ്റ്റോക്ക് ഇൻ ഹാൻഡ്, പിന്നെ ഡെപ്റ്റേഴ്സ്, ഇതെല്ലാം വരാം കറണ്ട് അസറ്റ്സിൽ. പിന്നെ കറണ്ട് ലയബിലിറ്റിയുടെ ഗ്രൂപ്പ് ഉണ്ടാകും, കറണ്ട് ലയബിലിറ്റീസിൻ്റെ ഗ്രൂപ്പ്. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ഉണ്ടാവും, സ്റ്റാറ്റുറ്ററി ലയബിലിറ്റീസ് ഉണ്ടാവും, മൈനർ ചെറിയ ലയബിലിറ്റീസ് ഉണ്ടാവും, നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്, പ്രൊവിഷൻസ് ആൻഡ് സൺട്രി ക്രെഡിറ്റേഴ്സ്, ഇവരൊക്കെയാണ് കറണ്ട് ലയബിലിറ്റി അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പിനുള്ളിൽ വരുന്ന അക്കൗണ്ട്സ് ആണ് പറഞ്ഞാൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അങ്ങനെയുള്ളതും, പിന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അവരൊക്കെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നത്. കറണ്ട് ലയബിലിറ്റീസ് നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ വരുന്ന കുറേ ഐറ്റംസ് ഇല്ലേ, ആ ഐറ്റംസിൻ്റെയൊക്കെ അക്കൗണ്ട്സ് ഈ ഒരു ഗ്രൂപ്പിലായിരിക്കും വരുന്നത്. പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഷെയർസിലും ബോൺസിലും ഗവൺമെൻറ് സെക്യൂരിറ്റിയിലും ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സും ഒക്കെ ഉണ്ടാവും. അതെല്ലാം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഗ്രൂപ്പിലായിരിക്കാം. പിന്നെ ലോൺസ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ ലയബിലിറ്റീസ് എടുത്തിട്ടുണ്ടോ, കമ്പനി ഏതെങ്കിലും ബാങ്കിൽ നിന്നൊക്കെ ബോറോ ചെയ്തിട്ടുണ്ടോ, അതെല്ലാം ലയബിലിറ്റി ലോൺസ് അക്കൗണ്ട്സിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാങ്കിൽ നിന്ന് എടുത്ത OD അക്കൗണ്ട്സ്, അതുപോലെ തന്നെ അൺസെക്യൂർഡ് ലോൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ. പിന്നെ സസ്പെൻസ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നമ്മുടെ ചില പൈസ അടച്ചതൊന്നും ഇതുവരെ നമുക്ക് തിരിച്ച് കിട്ടാത്തതുണ്ടാവും, ട്രാവൽ അഡ്വാൻസ് അങ്ങനെയുള്ളതൊക്കെ, ട്രാവൽ അലവൻസ് ബില്ലൊക്കെ, അതെല്ലാം നമ്മൾ സസ്പെൻസ് അക്കൗണ്ട്സിലിടുക. ഓക്കെ, പിന്നെ മിസ്സലേനിയസ് അസറ്റ് അക്കൗണ്ട് ഉണ്ട്, മിസ്സലേനിയസ് എക്സ്പെൻസുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതെല്ലാം കൂടെ മിസ്ലേനിയസിലുള്ളതെല്ലാം നമ്മൾ ഈ ടാലിയിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ വേറെ ആയിട്ടായിരിക്കും മെൻഷൻ ചെയ്യുന്നത്. അത് ഈ ഒരു അക്കൗണ്ടിലായിരിക്കും കിടക്കുന്നത്, മിസ്ലേനിയസ് എക്സ്പെൻസസ്. പിന്നെ ബ്രാഞ്ചസ് ആൻഡ് ഡിവിഷൻസ്. ഇപ്പം നമ്മുടെ കമ്പനിയുടെ ബ്രാഞ്ചസ്, കമ്പനിയുടെ ഡിവിഷൻസ്, സിസ്റ്റർ കൺസേൺ, സബ്സിഡറീസ്, അപ്പോൾ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന സെയിൽ ആൻഡ് പർച്ചേസ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം നമ്മൾ സൂക്ഷിക്കുന്ന ഈ ഒരു ബ്രാഞ്ച് ആൻഡ് ഡിവിഷൻ എന്ന ഗ്രൂപ്പിലായിരിക്കും. പിന്നെ സെയിൽസ് അക്കൗണ്ട് ഉണ്ടാവും, നമുക്കുണ്ടാവുന്ന ഡൊമസ്റ്റിക് സെയിൽ, എക്സ്പോർട്ട് സെയിൽസ്, അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അതിന് നമ്മൾ ചെയ്തിരിക്കുന്ന ടാക്സ് സ്ലാബ്സ്, അതെല്ലാം ഈ സെയിൽസ് അക്കൗണ്ട്സിലാവും. പിന്നെ പർച്ചേസ് അക്കൗണ്ട്സ് ഉണ്ടാവും, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ, ഇപ്പോൾ സെയിൽസ് അക്കൗണ്ട് പോലെയൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡൊമസ്റ്റിക് പർച്ചേസ്, ഇമ്പോർട്ട് പർച്ചേസ്, അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് പർച്ചേസ് അക്കൗണ്ടിലായിരിക്കും. പിന്നെ ഡയറക്റ്റ് ഇൻകം ഉണ്ടാവാം, നോൺ ട്രേഡ് ഇൻകം അക്കൗണ്ട്സുകൾ ഉണ്ടാവും. ഓക്കെ,
സർവീസിങ്, കോൺട്രാക്ട് ചാർജസ്, അതിൻ്റെയൊക്കെ അക്കൗണ്ട്സ് അതിൻ്റെയൊക്കെ ഡേറ്റയൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് ഡയറക്റ്റ് ഇൻകം അക്കൗണ്ട്സിലായിരിക്കും. അതുപോലെ ഇൻഡയറക്റ്റ് ഇൻകം അക്കൗണ്ട് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും റെൻറ്റ് റിസീവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ട്, അതെല്ലാം ഇൻഡയറക്റ്റ് ഇൻകം അസറ്റ്സിലായിരിക്കും, ഗ്രൂപ്പിലായിരിക്കും. അങ്ങനെ നമ്മൾ ഗ്രൂപ്പ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്. ഇനിയും കുറേ ടൈപ്പ് ഗ്രൂപ്പുണ്ട്. ഓക്കെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ഇൻകം ആൻഡ് ഇൻഡയറക്റ്റ് ഇൻകം പോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ പല ഗ്രൂപ്പ്സ് ഉണ്ട്. അതിൽ നമ്മൾ മേജർ വൺസ് ആണ് പറഞ്ഞത്. അപ്പോൾ എന്താ ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ ഡിഫൈൻ ചെയ്യുക, എന്തൊക്കെ ടൈപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയാം. നോൺ റെഫറൻസ് ഗ്രൂപ്പ്, ക്യാപിറ്റൽ അക്കൗണ്ട് ഗ്രൂപ്പ്, കറണ്ട് അസറ്റ് ഗ്രൂപ്പ്, കറണ്ട് ലയബിലിറ്റി, ലോൺ, സസ്പെൻസ് അക്കൗണ്ട് ഗ്രൂപ്പ്, മിസ്സലേനിയസ് അസറ്റ് ഗ്രൂപ്പ്, ബ്രാഞ്ച് ആൻഡ് ഡിവിഷൻസ്, സെയിൽസ് അക്കൗണ്ട്സ്, പർച്ചേസ് അക്കൗണ്ട് ഗ്രൂപ്പ്, ഡയറക്റ്റ് ഇൻകം, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇങ്ങനെയുള്ള പല ടൈപ്പാണ് ഇതിൽ വരുന്നത്. പിന്നെ ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് സൺട്രി ഡെപ്റ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഇവരുടെ അക്കൗണ്ട്സൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിനകത്തായിരിക്കും. ഓക്കെ, എന്തെങ്കിലും നമുക്ക് സെയിൽസ് വൗച്ചേഴ്സ് ആയിട്ടാണ് സൺട്രി ഡെപ്റ്റേഴ്സ് തന്നിരിക്കുന്നതെങ്കിൽ അതെല്ലാം, അല്ലെങ്കിൽ സൺട്രി ഡെപ്റ്റേഴ്സ് നമ്മൾ കൊടുക്കാൻ പോകുന്ന വൗച്ചേഴ്സ് ആണെങ്കിൽ അതെല്ലാം മെൻഷൻ ചെയ്യുന്ന ഈ ഒരു സെഷനിലായിരിക്കും, ഈ ഒരു ഗ്രൂപ്പിലായിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ ഗ്രൂപ്പ്സ്. ഇനി എങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഹൗ ടു ക്രിയേറ്റ് എ ഗ്രൂപ്പ്? ഓക്കെ, എല്ലാത്തിലും നമ്മൾ ഗ്രൂപ്പിൽ മെയിനായിട്ട് പറയുമ്പോൾ 2 ടൈപ്പ് ഗ്രൂപ്പാണ്. ഒന്നെങ്കിൽ സിംഗിൾ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ആയിരിക്കാം. സിംഗിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വി ക്യാൻ ക്രിയേറ്റ് ഓൺലി 1 ഗ്രൂപ്പ് ബൈ യൂസിങ് എ സിംഗിൾ ഗ്രൂപ്പ് ക്രിയേഷൻ സ്ക്രീൻ. ഒരു ഗ്രൂപ്പ് ക്രിയേഷൻ സ്ക്രീനിൽ നിന്ന് നമുക്ക് ഒറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ മൾട്ടിപ്പിൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴോ, വി ക്യാൻ ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ബൈ യൂസിങ് ദ മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ക്രിയേഷൻ സ്ക്രീൻ. മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ക്രിയേഷൻ സ്ക്രീനിൽ നിന്ന് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഒരു സിംഗിൾ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ചെന്നിട്ട് അക്കൗണ്ട് ഇൻഫോ സെലക്ട് ചെയ്യുക, അതിൽ നിന്ന് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, അതിൽ നിന്ന് ക്രിയേറ്റ് അണ്ടർ സിംഗിൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഗേറ്റ് വേയിൽ അക്കൗണ്ട്സ് ഇൻഫോ, ദെൻ ഗ്രൂപ്പ്സ്, അതിൽ തന്നെ ക്രിയേറ്റ് അണ്ടർ സിംഗിൾ ഗ്രൂപ്പ്. സിംഗിൾ ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ക്രിയേറ്റ് ഡിസ്പ്ലേ ഓൾട്ടർ ഉണ്ടാവും, അതിനകത്ത് ക്രിയേറ്റ് ആണ് എടുക്കുന്നത്. സോ ദിസ് ഇസ് ഹൗ വി ക്രിയേറ്റ് എ സിംഗിൾ ഗ്രൂപ്പ്. ഇനി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും? ആ ഒരു ഗ്രൂപ്പ് ക്രിയേഷൻ സ്ക്രീനിൽ ഉണ്ടാവുമെന്ന് വെച്ചാൽ നെയിം ഓഫ് എ ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൻ്റെ പേര്, ഇപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഇടാനാണെങ്കിൽ വി ക്യാൻ ഗീവ് ദ നെയിം ആസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. പിന്നെ അതിനൊരു ഇലിയാസ് ഉണ്ടാവും. ദാറ്റ് ഈസ് എൻ്റർ എൻ ഇലിയാസ് നെയിം ടു അലോ ദ ആക്സസ് ടു ദ ഗ്രൂപ്പ് യൂസിങ് ദ ഇലിയാസ് ഇൻ ദ അഡീഷൻ ടു ഇറ്റ്സ് നെയിം ആൻഡ് ലീവ് ഇറ്റ്സ് ബ്ലാങ്ക്. ഫോർ എക്സാമ്പിൾ, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിന് നമുക്ക് E001 എന്ന എലിയസ് കൊടുക്കുക. അപ്പോൾ E001 എന്ന് കാണുമ്പോൾ തന്നെ അതിനൊരു ഓട്ടോമാറ്റിക്കൽ ആക്സസ് ആണ് ഈ ഒരു ഗ്രൂപ്പിലേക്ക് കയറാൻ, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിൻ്റെ ഗ്രൂപ്പിലേക്ക് കയറാൻ. പിന്നെ അണ്ടർ ഉണ്ടാവും, സ്പെസിഫൈ അണ്ടർ വിച്ച് എക്സിസ്റ്റിംഗ് ഓർ പേരൻറ്റ് ഗ്രൂപ്പ് ദ സബ് ക്ലാസിഫിക്കേഷൻ ഇസ് റിക്വയർഡ്. ഓക്കെ, അങ്ങനെ ഒരു ഏത് പാരൻറ്റ് ഗ്രൂപ്പിലേക്കാണ് നമ്മൾ ഈ സബ് ക്ലാസിഫിക്കേഷൻ വരുന്നത് അതും മെൻഷൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു സിംഗിൾ ഗ്രൂപ്പിൽ ഉണ്ടാവുന്നത്. ഓക്കെ, സിംഗിൾ ഗ്രൂപ്പ് ക്രിയേഷൻ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു. ടാലിയുടെ ഗേറ്റ് വേയിൽ ചെല്ലുക, അക്കൗണ്ട് ഇൻഫോ സെലക്ട് ചെയ്യുക, അതിനകത്ത് ഗ്രൂപ്പ്, അതിനകത്ത് ക്രിയേറ്റ് അണ്ടർ ദ സിംഗിൾ ഗ്രൂപ്പ് ആൻഡ് വി ക്യാൻ സീ ദ നെയിം, എലിയാസ് ആൻഡ് അണ്ടർ. ഓക്കെ, പിന്നെയുള്ളത് മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനെന്തായിരിക്കും? ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ചെന്നിട്ട് അക്കൗണ്ട് ഇൻഫോയിൽ തന്നെ ഗ്രൂപ്പിൽ ക്രിയേറ്റ് അണ്ട മൾട്ടിപ്പിൾ ഗ്രൂപ്പിലായിരിക്കും. അതിൽ ക്രിയേറ്റ് അണ്ട മൾട്ടിപ്പിൾ ഗ്രൂപ്പ്, മറ്റേതിൽ എന്താ? ക്രിയേറ്റ് അണ്ട സിംഗിൾ ഗ്രൂപ്പ്. യു ക്യാൻ ക്രിയേറ്റ് എനി നമ്പർ ഓഫ് ഗ്രൂപ്പ് അണ്ടർ ആൻ ഓൾറെഡി ക്രിയേറ്റഡ് ഓർ സെലക്ടഡ് ഗ്രൂപ്പ്. ഇൻ ദിസ് മോഡ് ഓഫ് ഗ്രൂപ്പ് ക്രിയേഷൻ ദ സബ് ഗ്രൂപ്പ്സ് വിൽ ഓട്ടോമാറ്റിക്കലി ഇൻഹെറിറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പാരന്റ് ഗ്രൂപ്പ്. അപ്പം നമ്മൾ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ടാക്കുമ്പോൾ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഒന്നിലധികം ഉണ്ടാക്കാം. അപ്പോൾ പണ്ട് ഉണ്ടാക്കിയ ഗ്രൂപ്പിൻ്റെ ആ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയായിരിക്കും, ആ പാരന്റ് ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ബാക്കിയുള്ള അണ്ടർ ഗ്രൂപ്പ്സിനെല്ലാം വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട്. ഇതിനകത്ത് അണ്ടർ ഗ്രൂപ്പ്സ് ഉണ്ടാവും, നെയിം ഉണ്ടാവും, അണ്ടർ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് ഗ്രൂപ്പ് ക്രിയേഷൻ്റെ മെയിൻ കാര്യങ്ങൾ. ഓക്കെ, ഗ്രൂപ്പ് ക്രിയേഷനും കഴിഞ്ഞു. ഇനിയുള്ളൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എൻ F11 ഫീച്ചർ ഓഫ് ടാലി ആയിരുന്നു. F11 ഫീച്ചർ ഓഫ് ടാലി, ഇത് നമ്മൾ ഫീച്ചർ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഐ ആം സ്കിപ്പിംഗ് ദിസ് വൺ. This one is F12 configuration. F1 നമ്മൾ സെക്കൻഡ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും അത് കണ്ടുനോക്കുക. F11. So now F12 configuration features of a Tally is to be discussed. F12 configuration എന്ന് പറഞ്ഞാൽ എന്താ? They are configurations which are application centric configuration that are present along all screens of Tally ERP 9. ടാലി 9 ആണ് ഇപ്പോഴത്തെ ഏറ്റവും ബേസിക് വൺ, അല്ലെ ഏറ്റവും പ്രോമിനൻറ്റ് വൺ. അപ്പോൾ അതിലുള്ള ഒരു കോൺഫിഗറേഷൻ, സെൻട്രിക് കോൺഫിഗറേഷനാണ് F12. സോ ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ആൻഡ് മാനേജ് എനി നമ്പർ ഓഫ് ടൈംസ് ടു സ്യൂട്ട് ദ ചേഞ്ചിങ് നീഡ്സ്. നമുക്ക് മാറ്റങ്ങൾ വരുത്താം അതിനകത്ത്. ഓക്കെ, കോൺഫിഗറേഷൻ ഓപ്ഷൻസ് എഫക്ട് ഓൾ കമ്പനീസ് മെയിൻറ്റെയിൻ ഇൻ ദ സെയിം
Tally ERP9 dictionary, and setting the configuration of one company will affect the configuration of other companies in that particular data dictionary. F level നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? എഫ് ലെവലിൽ പറഞ്ഞിട്ടുണ്ട് ഫീച്ചർ നമ്മൾ എഫ് ലെവലിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റുമ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടി മാത്രമാണ് മാറ്റുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് റിഫ്ലക്റ്റഡ് ഇൻ അതർ കമ്പനീസ്. പക്ഷേ F12 ഈ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ മാറ്റുമ്പോൾ ഒറ്റൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ F12 അങ്ങനെയല്ല. നമ്മൾ ആ ഒരു ടാലിയിൽ ആ ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്ന എല്ലാ കമ്പനീസിനും ആ ഒരു ചേഞ്ച് ഉണ്ടാവും. സോ setting the configuration for one company will affect the configuration of other companies in that particular data dictionary. So F12 configuration menu consists of the following options. എങ്ങനെയാണ് നമ്മൾ F12 കോൺഫിഗർ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഗോ ടു ദ ഗേറ്റ് ഓഫ് ടാലി. സിമിലർ പ്രോസസ്സ് ടാലിയുടെ ഗേറ്റ് വേ ചെല്ലുക. അവിടെ F12 കോൺഫിഗർ ന്യൂമറിക് നമ്പേഴ്സ് എടുക്കുക. ന്യൂമറിക് നമ്പേഴ്സ് തന്നെ പലതുണ്ട്, പ്ലസ് മൈനസ് അങ്ങനെയുള്ള ന്യൂമറിക് നമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അത് സെലക്ട് ചെയ്യുക. ദെൻ എനേബിൾ റിക്വയർഡ് ഓപ്ഷൻ, ദെൻ press Ctrl A to accept. So this is how we configure with the F12 operations. F11 മേജർ ഫീച്ചേഴ്സ് ഇതൊക്കെയാണെന്ന് പറഞ്ഞു. F12 കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, ലൈക്ക് ദ അക്കൗണ്ട്സ് ഓർ ഇൻവെൻട്രി ഇൻഫർമേഷൻ, അതിൽ നമുക്ക് ചേഞ്ച് വരാം. പിന്നെ വൗച്ചർ എൻട്രി, പേറോൾ കോൺഫിഗറേഷൻ, പ്രിൻറ്റിങ്, ബാങ്കിങ് കോൺഫിഗറേഷൻസ്, ദെൻ ഇമെയിലിംഗ്, ഡേറ്റ കോൺഫിഗറേഷൻ, ദെൻ അഡ്വാൻസ് കോൺഫിഗറേഷൻ, ഇതിലെല്ലാം നമുക്ക് ലൈസൻസിങ്, പ്രൊഡക്റ്റ് ആൻഡ് ഫീച്ചേഴ്സ്, ഇതിലെല്ലാം നമുക്ക് മാറ്റങ്ങൾ F12 കോൺഫിഗറേഷൻ വെച്ച് മാറ്റാൻ പറ്റുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് F12. അപ്പോൾ F11 നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. F11, F12, ദെൻ വി ഹാവ് ഡിസ്കസ് വാട്ട് ഇസ് എ ഗ്രൂപ്പ് ആൻഡ് ഹൗ ടു ക്രിയേറ്റ് എ ഗ്രൂപ്പ്, ദെൻ വാട്ട് ഇസ് എ ടാലി, വാട്ട് ആർ ദ ഓപ്പറേറ്റേഴ്സ് ഇൻ എക്സൽ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാനുവൽ ആൻഡ് computerized accounting, and also what are the types of charts. Okay, so with this we are ending this lecture. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഏതെങ്കിലും പോർഷൻ എടുക്കണമെങ്കിൽ പറയുക. നോട്ട്സ് വേണ്ടവരും മെസ്സേജ് അയയ്ക്കുക. ഞാൻ നമ്പർ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. സോ ഐ ക്യാൻ ഗിവ് യു നോട്ട്സ് ഓൾസോ. സോ ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടു നോക്കുക, അതിനകത്ത് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻഡ് ആണ്. ഇനിയും ഞാൻ വീഡിയോസ് ഇടാം മാക്സിമം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ ടു. This is my number. You can contact me over WhatsApp. അപ്പം നോട്ട്സ് വേണ്ടവർ അങ്ങനെ ചോദിച്ചാൽ മതി. ആൻഡ് ബൈ.